1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദിവസവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ചതിനെ തൂക്കിവെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രന്മാരെ അടിമകളായി കൊണ്ടുവരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവണ്ണം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തെ അഹീനോവും കർമ്മേൽക്കാരൻ നാബാലിൻ്റെ ഭാര്യയായ അബീഗേൽ എന്നീ ദാവീദിൻ്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വളരെ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുക കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് അഖീമേലെക്കിൻ്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളുമെന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കിലെത്തി ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതോണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നു ചെന്നു. അവർ വയലിൽ വെച്ച് ഒരു മിസ്രൈമിനെ കണ്ടു. ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അപ്പം കൊടുത്ത് അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവന് ഒരു കഷ്ണം അത്തിയടയും 2 ഉണക്കമുന്തിരി കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയർ വീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിനവൻ, ഞാനൊരു മിസ്രൈമ്യ ബാലക്കാരൻ, ഒരു അമാലേക്കിൻ്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾ ക്രേത്യരുടെ തെക്കേ നാടും യഹൂദിയ ദേശവും കാലേബിൻ്റെ തെക്കേ ദേശവും ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീ വെച്ച് ചുട്ടുകളഞ്ഞു. ദാവീദ് അവനോട്, ആ പരീക്ഷയുടെ അടുക്കിലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിനവൻ, നീ എന്നെ കൊല്ലുകയോ എൻ്റെ യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അവർ ഭൂതലത്തിലെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫെലിസ്ത്യ ദേശത്തു നിന്നും യഹൂദ ദേശത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്ത ഉത്സവം ആഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടപ്പുറത്ത് കയറി ഓടിച്ചുപോയ 400 ബാല്യക്കാർ അല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞുപോയില്ല. അമാലേക്യർ സംഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു. ദാവീദ് ആടുമാടുകളെയൊക്കെയും പിടിച്ചു. അവയെ അവർ തങ്ങളുടെ താൽക്കാലികൾക്ക് മുമ്പായി തെളിച്ചു നടത്തിക്കൊണ്ടു ഇത് ദാവീദിൻ്റെ കൊള്ളയെന്ന് പറഞ്ഞു. ദാവീദിന് കൂടെ പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ബെസോർ തോട്ടിങ്കിൽ താമസിച്ചിരുന്ന 200 പേരുടെ അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും എതിരേറ്റ് ചെന്നു. ദാവീദ് ജനത്തിൻ്റെ സമീപത്ത് വന്ന് അവരോട് കുശലം ചോദിച്ചു. എന്നാൽ ദാവീദിനോടുകൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായ ഏവരും, ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തൻ്റെ ഭാര്യയും മക്കളെയും ഒഴികെ അവർക്കൊന്നും കൊടുക്കരുത്, അവരെ അവർ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ്, എൻ്റെ സഹോദരന്മാരെ, നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വരുന്ന പരീക്ഷയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും? യുദ്ധത്തിന് സാമാനങ്ങൾക്കരികെ താമസിക്കുന്ന ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാംശമായി ഭാഗിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അന്നു മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. അവനത് ഇസ്രായേലിന് ഇന്നുവരെയുള്ള ചട്ടവും നിയമവും ആക്കി. ദാവീദ് സിക്ലാഗിൽ വന്ന ശേഷം യഹൂദ മൂപ്പന്മാരായ തൻ്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിലൊരു അംശം കൊടുത്തയച്ചു. ഇതാ യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനമെന്ന് പറഞ്ഞു. ബേഥേലിലുള്ളവർക്കും തെക്കേ രാമോത്തിലുള്ളവർക്കും യത്തീരീമിലുള്ളവർക്കും അരോവേരിലുള്ളവർക്കും സിഫ്മോത്തിലുള്ളവർക്കും എസ്തമോവയിലുള്ളവർക്കും രാഗാലിലുള്ളവർക്കും യരഹേമില്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും കേന്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും ഹോർമയിലുള്ളവർക്കും കോർ ആശാനിലുള്ളവർക്കും അദാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദും അവൻ്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു.